PSC ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഫെബ്രുവരി 15 ഇറങ്ങിയ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നെതർലാൻഡിന് ലഭിച്ചു. ഫൈനലിൽ മലേഷ്യയെയാണ് തോൽപ്പിച്ചത്. ടൂർണമെൻറ്റിൽ ഇന്ത്യ 5ാം സ്ഥാനമാണ് നേടിയത്. ഇൻ്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ഫൈവ്സ് പുരുഷ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം നെതർലാൻഡ് ഫൈനലിൽ മലേഷ്യയാണ് തോൽപ്പിച്ചത്. ടൂർണമെൻറ്റിൽ ഇന്ത്യ നേടിയ സ്ഥാനം 5. പ്രശസ്ത സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ, തബലമാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ദിസ് മൊമെൻ്റ് എന്ന ആൽബത്തിന് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചു. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം പുഷ്തോ എന്ന ഗാനത്തിന് പുല്ലാങ്കുഴൽ വിദ്വാൻ രാകേഷ് ചൗരസിക്കും ലഭിച്ചു. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, ചോദിച്ചേക്കാം. ഒന്നുകൂടി നോക്കാം. പ്രശസ്ത സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ, തബലമാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ദിസ് മൊമെൻ്റ് എന്ന ആൽബത്തിന് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ലഭിച്ചു. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം പുഷ്തോ എന്ന ഗാനത്തിന് പുല്ലാങ്കുഴൽ വിദ്വാൻ രാകേഷ് ചൗരസിക്കും ലഭിച്ചു. ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകളിൽ വളരെയധികം ചോദിക്കാൻ ചാൻസുള്ള ഒരു ടോപ്പിക്കാണ് അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. ഭാരതരത്നം. മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി, മുൻ പ്രധാനമന്ത്രിമാരായ നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ എന്നിവർക്ക് ഭാരതരത്നം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ ഉൾപ്പെടെ 5 പേർക്കാണ് ഇപ്രാവശ്യത്തെ ഭാരതരത്നം. ഇപ്രാവശ്യത്തെ ഭാരതരത്നത്തിന് അർഹരായവരാരൊക്കെയെന്ന് നോക്കാം. മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന LK അദ്വാനി, മുൻ പ്രധാനമന്ത്രിമാരായ നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, പിന്നെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. അതുകൂടാതെ ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ ഉൾപ്പെടെ 5 പേർക്കാണ് ഇപ്രാവശ്യത്തെ ഭാരതരത്നം. ഇതൊന്ന് നോട്ട് ചെയ്യണം. ഇനി നടക്കാൻ പോകുന്ന PSC പരീക്ഷകളിൽ ഇത് ഉറപ്പായും ചോദിക്കും. അടുത്തൊരു പോയിന്റ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി റഷ്യയുടെ ഒലെഗ് കോനെൻകോ. 878 ദിവസവും 11 മണിക്കൂറും 48 സെക്കൻഡുമാണ് ബഹിരാകാശത്ത് ആകെ ചെലവഴിച്ചത്. ഒന്നുകൂടി നോക്കാം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കി റഷ്യയുടെ ഒലെഗ് കോനെൻകോ. 878 ദിവസവും 11 മണിക്കൂറും 48 സെക്കൻഡുമാണ് ബഹിരാകാശത്ത് ആകെ ചെലവഴിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് ഒലെഗ് കോനെൻകോ. ഇദ്ദേഹം റഷ്യൻ സ്വദേശിയാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്ന റെക്കോർഡാണ് ഇദ്ദേഹം സ്വന്തമാക്കിയത്. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും പരീക്ഷ ടെലഗ്രാമിലും വാട്സപ്പിലുമായി നടക്കുന്നുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാമിലും തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ ആഡ് മീ എന്ന റിക്വസ്റ്റ് അയച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പിലും അംഗമാകാവുന്നതാണ്. അടുത്തൊരു പോയിന്റ് നോക്കാം. സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോളിൽ ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കളായി. സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോളിൽ ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്ത ജേതാക്കളായി. മുൻ മന്ത്രി CV പത്മരാജന് ഗാന്ധി ദർശൻ പുരസ്കാരം ലഭിച്ചു. മുൻ മന്ത്രി CV പത്മരാജന് ഗാന്ധി ദർശൻ പുരസ്കാരം ലഭിച്ചു. LIC മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി രവികുമാർ ഝായെ നിയമിച്ചു. LIC മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി രവികുമാർ ഝായെ നിയമിച്ചു. മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരം മലയാളിയായ ജോൺ ബ്രിട്ടാസിന് ലഭിച്ചു. മികച്ച നവാഗത പാർലമെൻറ്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരം മലയാളിയായ ജോൺ ബ്രിട്ടാസിന് ലഭിച്ചു. മുൻവർഷ ചോദ്യങ്ങളുടെ ദിവസേനയുള്ള പ്രാക്ടീസും സിലബസിലെ ടോപ്പിക്കുകളും വാട്സപ്പിലൂടെ ദിവസവും നൽകുന്നുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ റിക്വസ്റ്റ് അയയ്ക്കുക. വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിലൊന്നായി വർക്കല പാപനാശം ബീച്ചിനെ തിരഞ്ഞെടുത്തു. വിനോദസഞ്ചാര മേഖലയിലെ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ലോൺലി പ്ലാനറ്റ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിലൊന്നായി വർക്കല പാപനാശം ബീച്ചിനെ തിരഞ്ഞെടുത്തു. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമായി ജപ്പാൻ. ജപ്പാൻ്റെ സ്ലിം മൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. ജപ്പാൻ്റെ സ്ലിം മൂൺ സ്നൈപ്പർ എന്ന പേടകമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. അടുത്തൊരു പോയിന്റ് നോക്കാം.
അൽ ജസീറ ചാനലിൻ്റെ ഗാസയിലെ ചീഫ് ഓഫ് ബ്യൂറോ വായിൽ അൽ ദഹ്ദൂദിന് കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചു. അൽ ജസീറ ചാനലിൻ്റെ ഗാസയിലെ ചീഫ് ഓഫ് ബ്യൂറോ വായിൽ അൽ ദഹ്ദൂദിന് കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചു. അടുത്തിടെ കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച വ്യക്തിയാര്? വായിൽ അൽ ദഹ്ദൂദ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി 3-ാം തവണയും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ജയ് ഷാ തിരഞ്ഞെടുക്കപ്പെട്ടു. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി 3-ാം തവണയും ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ജയ് ഷാ തിരഞ്ഞെടുക്കപ്പെട്ടു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയ്ക്ക് 1-ാം റാങ്ക് ലഭിച്ചു. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടുന്ന ആദ്യ താരമാണ് ജസ്പ്രീത് ബുംറ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയ്ക്ക് 1-ാം റാങ്ക് ലഭിച്ചു. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നേടുന്ന ആദ്യ താരമാണ് ജസ്പ്രീത് ബുംറ. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ആസ്ട്രേലിയയ്ക്ക് ലഭിച്ചു. ഫൈനലിൽ ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ. ഫൈനലിൽ ഓസ്ട്രേലിയ ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. അടുത്തൊരു പോയിന്റ് നോക്കാം. കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്നതാണ് പുരസ്കാരം. കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്നതാണ് പുരസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറോലിങ്ക്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറോലിങ്ക്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഡൽഹി. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം ലഭിച്ചു. സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം ലഭിച്ചു. സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനാണ് പുരസ്കാരം. ഫിഡെ ചെസ് റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളിയാണ് SL നാരായണൻ. ഫിഡെ ചെസ് റാങ്കിങ്ങിലെത്തിയ ആദ്യ മലയാളിയാണ് SL നാരായണൻ. രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ പാസാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. രാജ്യത്ത് പൊതു സിവിൽ കോഡ് ബിൽ പാസാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. നമീബിയൻ പ്രസിഡന്റ് ഹാഗെ ഗെയിൻഗോബ് 82 വയസ്സ് അന്തരിച്ചു. നമീബിയയുടെ പ്രസിഡന്റ് ഹാഗെ ഗെയിൻഗോബ് അന്തരിച്ചു. കവിയും നിരൂപകനുമായ NK ദേശം, N കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ് യഥാർത്ഥ പേര്, 87 വയസ്സ് അന്തരിച്ചു. കവിയും നിരൂപകനുമായ NK ദേശം എന്നറിയപ്പെടുന്ന N കുട്ടിക്കൃഷ്ണപിള്ള 87 വയസ്സ് അന്തരിച്ചു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ദത്താജി റാവു ഗെയ്ക്വാദ് 95 വയസ്സ് അന്തരിച്ചു. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ദത്താജി റാവു ഗെയ്ക്വാദ് അന്തരിച്ചു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്